നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫിൽ ഒരു ദിവസം കൊണ്ടൊന്നും ഓണം അവസാനിക്കുന്നില്ല. ആഘോഷ പരിപാടികളും സദ്യവട്ടങ്ങളും ഒക്കെയായി ക്രിസ്തുമസ് വരെ ഇത് നീളും. മലയാളി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ലേബർ ക്യാമ്പുകളിലും മറ്റും ഓണാഘോഷം സംഘടിപ്പിക്കുന്നുണ്ട്. പൂക്കള മത്സരം, പുലികളി, തിരുവാതിര, ഘോഷയാത്ര തുടങ്ങിയവയും അരങ്ങേറും. മലയാളികൾ ഓണം ആഘോഷിക്കുന്ന ഈ വേളയിൽ ദുബായ് രാജകുടുംബത്തിൽ നിന്ന് പ്രവാസികൾക്ക് ആശംസകൾ എത്തിയിരിക്കുകയാണ്. ഓണം ആഘോഷിക്കുന്ന മലയാളികൾക്ക് ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ആശംസകൾ നേർന്നിരിക്കുന്നത്. വാഴയിലയിൽ വിളമ്പിയ ഓണസദ്യയുടെ ഫോട്ടോയോടൊപ്പമാണ് ഹാപ്പി ഓണം എന്ന കുറിപ്പ് സഹിതം ഷെയ്ഖ് ഹംദാൻ പോസ്റ്റ് ചെയ്തത്. സാമൂഹിക മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ആശംസകൾ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. മലയാളികൾക്ക് പ്രിയപ്പെട്ട 27 ഇനങ്ങളുള്ള വിഭവ സമൃദ്ധമായ ഓണസദ്യയുടെ ചിത്രമാണ് ദുബായ് കിരീടാവകാശി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചോറ്, വാഴപ്പഴം, ചിപ്സ്, ശർക്കര വരട്ടി, ഉപ്പ്, പപ്പടമടക്കം സദ്യയിലുണ്ട്. ഇപ്പോൾ UK-യിൽ അവധിക്കാലം ആഘോഷിക്കുകയാണ് ഷെയ്ഖ് ഹംദാൻ. അദ്ദേഹത്തിന്റെ ഓണാശംസകൾ പ്രവാസി മലയാളികൾക്കും ഏറെ സന്തോഷം നൽകിയിട്ടുണ്ട്. എന്നാൽ മറ്റൊരു ചിത്രവും സോഷ്യൽ മീഡിയയിൽ ഓണത്തിന് വൈറലാകുകയാണ്. ദുബായിയുടെ മുഖമുദ്രകളിൽ ഒന്നായ ദുബായ് ഫ്രെയിമിൽ ഊഞ്ഞാലാടുന്ന മാവേലിയുടെ വീഡിയോയാണ് ഏവരും ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു പരസ്യ കമ്പനിയുടെ ആശയം സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയായിരുന്നു. മാവേലി തന്റെ രണ്ടാമത്തെ വീട് സന്ദർശിക്കാൻ ദുബായിലെത്തിയെന്ന അടിക്കുറിപ്പോടെയായിരുന്നു വീഡിയോ പലരുടെയും വാട്സപ്പ് സ്റ്റാറ്റസായി മാറിയത്. അതുപോലെ UAE-യിലെ നിരവധി റെസ്റ്റോറന്റുകൾ ഇത്തവണയും പതിവ് പോലെ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയിരുന്നു. പാഴ്സലുകളാക്കി ഓഫീസുകളിലും വീടുകളിലും സദ്യ എത്തിച്ച ഓണം കെങ്കേമമാക്കി. ഇനിയുള്ള ഏതാനും ദിവസങ്ങളുമെല്ലാം റെസ്റ്റോറന്റുകൾ സദ്യ തയ്യാറാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പച്ചക്കറികളുടെ വിലക്കയറ്റം മൂലം ഓണസദ്യയ്ക്ക് വില കൂടിയെങ്കിലും ഇത്തവണയും ഓർഡറുകൾക്ക് കുറവൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് റെസ്റ്റോറന്റ് ജീവനക്കാരും ഉടമകളും പറയുന്നത്. ഗൾഫിലെ ഓണാഘോഷങ്ങൾക്കായി മാത്രം കേരളത്തിൽ നിന്ന് 6200 ടണ്ണിലധികം പഴം, പച്ചക്കറികൾ കഴിഞ്ഞ 2 ആഴ്ചക്കകം കയറ്റുമതി ചെയ്തു. സാധാരണ ഉത്സവ സീസണുകളിൽ ഇത് പതിവുള്ളത് തന്നെയാണിതെന്ന് വ്യാപാരികൾ പറയുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇത്തവണ വലിയ വിമാനങ്ങൾക്ക് വിലക്കുള്ളതിനാൽ കൊച്ചി, തിരുവനന്തപുരം വിമാനത്താവളങ്ങൾ വഴിയാണ് ഇക്കുറി കൂടുതൽ സാധനങ്ങൾ ഗൾഫിലേക്ക് വിമാനം കയറിയതെന്ന് മാത്രം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.